എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ നമ്മുടെ ജെയിംസ് സഹോദരനും ഗിരിജയും വന്നിട്ടുണ്ട്. അവർക്ക് വന്ദനം പറയുന്നു. ബോബസിന് ഭാര്യയുണ്ടോ? ശരി. ബോബസിന് ഹന്നയ്ക്കും വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളോട് ഒരുമിച്ച് വരുന്നത്. ഞങ്ങളുടെ പ്രത്യേക വന്ദനം ഞങ്ങൾ പറയുന്നു. അങ്ങനെ ADF-ലുള്ള മാത്യു സഹോദരനുണ്ട്. അങ്ങനെ പല സഹോദരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരോടും വന്ദനം പറയുകയും നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ സാധിച്ചതിൽ കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു. 1969 ജൂലൈ മാസം 16-ാം തീയതി, നിങ്ങൾ പലരും അന്ന് ജനിച്ചിട്ടില്ല എന്നെനിക്കറിയാം. ഞാനത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലമാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അന്നാണ് നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന ആള് ചന്ദ്രനിൽ കാലുകുത്തിയത്. 1969 ജൂലൈ മാസം 16-ാം തീയതിയാണ്. ഞാനും അപ്പനും ചേട്ടനും ഒക്കെ ഒരുമിച്ച് ഒരു റേഡിയോയുടെ മുൻപിൽ ഞങ്ങളിങ്ങനെ തരിച്ച് നിൽക്കുമ്പോൾ ആംസ്ട്രോങ് പറഞ്ഞ ആദ്യ വാക്കുകൾ ഞങ്ങൾ എല്ലാവരും കേട്ടു. ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും ഞാൻ പറയുന്നില്ലെങ്കിലും കേൾക്കാൻ സാധ്യതയുള്ള എല്ലാവരും ശ്രദ്ധിച്ചൊരു വാക്കാണ്. അത് ഇങ്ങനെയാണ് പറഞ്ഞത്: എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് എ ഗ്രേറ്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ചെറിയ ചുവടാണ്, എന്നാൽ മനുഷ്യരാശി സംബന്ധിച്ച് അതൊരു എടുത്തിയാട്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങൾ അത് കേട്ടിട്ടില്ല പലരും. പക്ഷെ ഞാനത് കേട്ടതാ. ആ വാക്കുകൾ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ആ നിലയിൽ എല്ലാവരും കേട്ട ഒരു കാര്യമല്ലെങ്കിലും അപ്പോസ്തലനായ പത്രോസ് ചെയ്ത ഒരു പ്രത്യേക പ്രവൃത്തി ദൈവസഭയെ പിന്നീട് ഒക്കെയും വിപ്ലവകരമായി ബാധിച്ച ഒരു കാര്യമാണ്. അത് ലൂക്കോസിൻ്റെ ശ്രദ്ധയിൽ, അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ എഴുത്തിൽ വളരെ പ്രാധാന്യം നൽകി അദ്ദേഹം പറയുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോടത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ചെയ്ത കാര്യം അതേ നിലയിൽ അല്ലെങ്കിലും അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം 11-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരന് എസ് ലൂയിസ് ജോൺസൺ പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്ന് ആ കാലത്ത് ഒരു കത്തെഴുതുക എന്ന് പറയുന്ന ഒരു ഭയങ്കര പണിയാണ്. അല്ലെങ്കിൽ കത്തല്ല, അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. ഒരു തുകൽ ചുരുൾ സമ്പാദിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം അതിൽ ഒരു വാക്ക് പോലും അധികം എഴുതാനായിട്ട് താല്പര്യമില്ല. കാരണം അങ്ങനെ തുകൽ ചുരുൾ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പം അദ്ദേഹം ഇത് 2 പ്രാവശ്യം എഴുതിയെന്ന് പറഞ്ഞാൽ അത് ശരി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവം ആണ്. നമുക്കറിയാം, അപ്പോസ്തലനായ പത്രോസ് 9-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിലാണ് തൻ്റെ പ്രവർത്തനത്തിന്, സുവിശേഷ പ്രവർത്തനമെന്നോ മിഷണറി വേലയെന്നോ ഒക്കെ പറയാം, അതിനായിട്ട് താൻ പുറപ്പെടുന്നത്. തൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വിചാരിക്കുകയാണ്. കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഭാര്യയായൊരു സഹോദരിയുമായി, ബോബസിന് ഇപ്പോൾ സാധിക്കും, ഭാര്യയായ ഒരു സഹോദരിയുമായി യാത്ര ചെയ്യാനുള്ള അനുവാദം എനിക്കും ബർന്നബാസിനും മാത്രമേ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സാധാരണഗതിയിൽ പത്രോസ് തൻ്റെ ഭാര്യയോടൊപ്പം യാത്ര ചെയ്ത ഒരു ആളാണ്. അപ്പം രണ്ടുപേരും കൂടെ ആദ്യമേ ജഡ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അതിനുശേഷം അവിടെ എനയാസ് എന്ന് പറയുന്ന ആൾ 8 വർഷം അദ്ദേഹം രോഗിയായിട്ട് തളർവാദം പിടിച്ച് കിടക്കുകയാണ്. എനയാസെ, നീ എഴുന്നേറ്റ് നടക്കുക എന്ന് കർത്താവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അതൊരു ഭയങ്കര സംഭവമാണ്. അതിനുശേഷം തബീത എന്ന് പറയുന്ന ഒരു സഹോദരി മരിച്ചുപോയി. അദ്ദേഹത്തെ
തബീതയോട് പറഞ്ഞു തലീദാ ഖൂമി എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഇദ്ദേഹം പറഞ്ഞു തബീദാ ഖൂമി എന്ന് പറഞ്ഞു. അവൾ മരിച്ച ആളിങ് എഴുന്നേറ്റ് വന്നു. എൻ്റെ കർത്താവ്, എന്തൊരു ഭയങ്കര പ്രവർത്തനമാണ്. പക്ഷേങ്കിൽ ഈ രണ്ട് കാര്യവും ലൂക്കോസ് ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു കടന്നു പോകുന്നൊരു പ്രസ്താവനയായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷമാണ് യോപ്പയിൽ നിന്ന് പത്രോസിനെ അന്വേഷിച്ച് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നിന്നൊരു പടയാളിയും അദ്ദേഹത്തിന് രണ്ട് സേവകനും വരുന്നത്. ആ സംഭവത്തെക്കുറിച്ചാണ് 2 പ്രാവശ്യം ആവർത്തിച്ച്, പിന്നെ 3-ാമത്തെ പ്രാവശ്യം പത്രോസിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ 3 പ്രാവശ്യം ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലൂക്കോസിൻ്റെ ചിന്തയിൽ ഈ സംഭവം അതിപ്രധാനമായിരിക്കുന്ന സംഭവം ആണ്. അവിടെയാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകതകൾ പത്രോസിന് മനസ്സിലാകുന്നത്. അതിനുശേഷം സഭ ആശയം സ്വീകരിക്കുന്നു. പിന്നെ അത് എളുപ്പമൊന്നും ആയിരുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം നമുക്ക് നിങ്ങൾ എന്നോടൊപ്പം പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികൾ, അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. ആദ്യത്തെ 18 വാക്യങ്ങളിൽ ലൂക്കോസ് ഈ സംഭവത്തെ വീണ്ടും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഞാനത് വായിക്കാം. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ച് പറഞ്ഞു. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടി ഇറക്കിയ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എൻ്റെ അടുക്കലോളം വന്നു. അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ 4 കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവകളെയും കണ്ടു. പത്രോസേ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് എന്നോട് പറയുന്നൊരു ശബ്ദവും കേട്ടു. അതിന് ഞാൻ, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എൻ്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനം എന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് 3 പ്രാവശ്യം ഉണ്ടായി. പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ കൈസരയിൽ നിന്ന് എൻ്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ പാർത്ത വീടിൻ്റെ മുൻപിൽ നിന്നിരുന്നു. ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ 6 സഹോദരന്മാരും എന്നോടുകൂടെ പോന്നു. ഞങ്ങൾ ആ പുരുഷൻ്റെ വീട്ടിൽ ചെന്നു. അവൻ തൻ്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടുവെന്നും, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക, നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്നും ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മളുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആര്? അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ, അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറുന്നതും പ്രാണനെയും സന്ധിമജകളെയും വേർപിടിവിക്കും വരെ തുളച്ചുചെല്ലുന്നതും ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നുവല്ലോ. കർത്താവേ, അവിടുത്തെ സത്യങ്ങളെ ഞങ്ങൾക്ക് വിവരിച്ചു തരണമേ, അതിനെ ഞങ്ങൾക്ക് തുറന്ന് മനസ്സിലാക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നൊരു പ്രസ്താവനയോടുകൂടെയാണ് അത് തുടങ്ങുന്നത്. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ യെരൂശലേമിൽ വന്നിട്ടില്ല. എന്നാൽ താൻ ചെയ്ത കാര്യം താൻ യെരൂശലേമിൽ വരുന്നതിന് മുന്നമേ തന്നെ ഒരു കാട്ടുതീ പോലെ അത് യെരൂശലേമിൽ എത്തി. അപ്പം പത്രോസിനെ കാണാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുക. എന്താ ഇദ്ദേഹം ചെയ്തത് എന്നുള്ളത് ഏതായാലും ഇദ്ദേഹത്തോട് ചോദിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ അപ്പസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു എന്ന് പറഞ്ഞപ്പോൾ യെരൂശലേമിൽ മാത്രമല്ല മറ്റ് സഭകളിലെല്ലാം ഇതൊരു വാർത്തയായി. അപ്പസ്തലനായ പത്രോസ് ജാതീയനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോടുകൂടെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് എഫ് ബ്രൂസ് എന്ന് പറയുന്ന പണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പക്ഷേ 12-ാമത്തെ അധ്യായത്തിൽ ഹെരോദ രാജാവ് പത്രോസിനെ കൊല്ലാൻ പിടിക്കാനുള്ള ഒരു കാരണം ഇതായിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, ഈ സമയത്തും ദൈവസഭ യെരൂശലേമിലുള്ള സഭ എന്ന് പറയുന്നത് യഹൂദന്മാർ മാത്രമേ ഉള്ളൂ. അവർ മറ്റാരും അവരുടെ കൂട്ടത്തിലില്ല. മാത്രമല്ല യഹൂദന്മാർ മാത്രമുള്ള യെരൂശലേമിലെ സഭ യഹൂദ മതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോഴും അവർ ദേവാലയത്തിൽ കൂടി വരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു പക്ഷേ ഒരു 10-15% യഹൂദന്മാർ, യെരൂശലേമിലുള്ള യഹൂദന്മാർ ദൈവസഭയിൽ അംഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവർ കർത്താവായ യേശു ക്രിസ്തു മശിഹയാണ് എന്ന കാര്യം അംഗീകരിച്ച് ആ നിലയിൽ കർത്താവിനെ ആരാധിക്കുന്ന ആളുകളാണ്. എങ്കിലും അവർ യഹൂദ മതത്തിൻ്റെ ആ ബന്ധം അന്നും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ, ജാതീയൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യം യെരൂശലേമിലെ സഭ മാത്രമല്ല യെരൂശലേമിലുള്ള യഹൂദന്മാരും പറഞ്ഞു. അതൊരു ഭയങ്കര പ്രശ്നമായി കേട്ടോ. അത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. ഏകദേശം ഒരു 1500 വർഷം നിലനിന്ന ഒരു പാരമ്പര്യം പത്രോസ് ലംഘിച്ചു എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം. അതായിരിക്കാം പത്രോസിനെയും യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു. അതിനുശേഷം പത്രോസിനെയും കൊല്ലുന്നതിനായിട്ട് പിടിച്ച് തടവിലാക്കി എന്ന് പറയുന്ന കാര്യം, ഈ സംഭവം അതിനൊരു കാരണമായിരിക്കാം എന്ന് എഫ് ബ്രൂസ് അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. സോ ദിസ് ഇസ് എ എർത്ത് ഷേക്കിംഗ് ഇവൻറ്റ്. ഇത് ഭയങ്കര ബഹളമുണ്ടാക്കിയ, നടുക്കമുണ്ടാക്കിയൊരു സംഭവമാണ്. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. അപ്പം ഞാനിതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതായത് ഇതാണ് അവരുടെ പറഞ്ഞ കാര്യം. ഇതാ, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറയും. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മുഖവുരയായിട്ട് ഞാൻ പറയാം. ആര് ചെയ്യുന്ന കാര്യവും ചോദ്യം ചെയ്യാനുള്ള അനുവാദം വിശ്വാസികൾ കൊണ്ടുകിട്ടോ. ആര് എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാം. പിന്നെ നല്ല വിശദീകരണമൊക്കെയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ആ വിശദീകരണം സ്വീകരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അത് അംഗീകരിക്കണം. അത് അറിയാം. പത്രോസ് അപ്പോസ്തലനെ ചോദ്യം ചെയ്തു. എൻ്റെ പൊന്നെ, അത് ശരി. ആദ്യത്തെ മാർപ്പാപ്പയാണെന്നാണ് കത്തോലിക്കർ പത്രോസിനെ കുറിച്ച് പറയുന്നത്. തെറ്റാവരമുള്ള ആളല്ലേ പത്രോസ്. അവരുടെ രീതി അനുസരിച്ചാണെങ്കിൽ പത്രോസിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ചെയ്യാവുന്നേ. മനുഷ്യരെ ഒക്കെ, അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് അതീതരായിട്ട് ആരുമില്ല എന്നാണ് ബൈബിൾ. പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിൽ വിമർശനങ്ങൾക്ക് അതീതരായിട്ട് ആരുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പത്രോസിനോട് പറഞ്ഞു. ഈ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് ഭക്ഷിക്കരുതെന്ന് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? പഴയ നിയമത്തിൽ ഏത് വാക്യമാണ്? പഴയ നിയമത്തിലില്ലയോ? ലേവ്യ പുസ്തകം അല്ലേ? ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഇല്ലെന്നേ, അങ്ങനെ വാക്യമില്ല. നിങ്ങൾ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷണം കഴിക്കരുത് എന്ന ഒരു നിയമം പഴയ നിയമത്തിലില്ല. പിന്നെ എങ്ങനെ അത് വന്നത്? അത് പാരമ്പര്യമാണ്.
അവരുടെ സമ്പ്രദായം ആണ്. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മളുടെ രീതികളും പരിചയങ്ങളും സമ്പ്രദായങ്ങളും ദൈവവചനത്തെ പോലെയോ ചില അവസരങ്ങളിൽ ദൈവവചനത്തെക്കാൾ അധികമോ പ്രാധാന്യമുള്ളതായി ചിന്തിക്കാനുള്ള ന്യായമുണ്ട് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ രീതികളും നമ്മളുടെ ചെയ്തികളും നമ്മളുടെ പരിചയങ്ങളും ഒക്കെ ഇറ്റ് ബിക്കംസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ ബൈബിൾ. ബൈബിളിനേക്കാളും അധികം പ്രാധാന്യമുള്ള കാര്യമായി തീരാനുള്ള സാധ്യത ഉണ്ട്. അതിനെ ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല എന്ന ഒരു നില വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശുദ്ധ പശു എന്ന് പറയുന്ന പ്രസ്താവന കേട്ടിട്ടുണ്ടോ? വിശുദ്ധ പശു, ഹോളി കൗ, സീക്രട്ട് കൗ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് ആ പ്രസ്താവനയുടെ അർത്ഥം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മളുടെ പാരമ്പര്യങ്ങളും നമ്മളുടെ രീതികളും നമ്മളുടെ പരിപാടികളുമൊക്കെ നിരന്തരമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കണം. ഇന്ന് രാവിലെ ദേവദാസ് സഹോദരൻ പറഞ്ഞു നമുക്ക് ചില രീതികളുണ്ട്, നല്ല രീതികളൊക്കെയാണ്, അതൊന്നും കുഴപ്പമില്ല. എന്നാൽ ആ രീതികളെല്ലാം വ്യത്യാസപ്പെടുത്താൻ പറ്റുമോ? വ്യത്യാസപ്പെടുത്തിയാൽ നിങ്ങളെന്നോട് പിണങ്ങുമെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ രീതികൾ മാറ്റാൻ പാടില്ല എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ എത്ര പാട്ട് പാടണം? 3 പാട്ട്. 2 അത് പറ്റത്തില്ല. പകുതി ആളുകൾ പിരിഞ്ഞു, 2 പാട്ടേ ഉള്ളൂ. ഇതെന്തൊരു സഭയാ അല്ലേ? 3 പാട്ടല്ലേ പാടണ്ടല്ലേ? ആദ്യമേ ഒരു പ്രബോധനം 10 മിനിറ്റ് അല്ലേ? ചിലപ്പോൾ 11 മിനിറ്റ് എന്ന് എടുത്തു. 11 മിനിറ്റ് അത്ര വേണോ? അല്ല, അത് ചെയ്യണോ? കുഴപ്പമൊന്നുമില്ല. എന്നാൽ അങ്ങനെ ചെയ്യാൻ ഒക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലോ? അതിനുശേഷം നമ്മളെന്ത് ചെയ്യുന്നു? സങ്കീർത്തനത്തിലൊരു വേദഭാഗം വായിച്ചൊരു പ്രബോധനം പറയുന്നു. ഒരാഴ്ചയിൽ ഇത് വായിച്ച് പ്രബോധനം പറഞ്ഞില്ലെങ്കിലോ പാട്ട് പാടിയതിനു ശേഷം നേരെ അങ്ങ് പ്രാർത്ഥിക്കുക. പ്രശ്നമുണ്ടോ? ഞാൻ പറയാം, വ്യത്യാസങ്ങൾക്ക് വേണ്ടി വ്യത്യാസം വരുത്തിയിട്ട് കാര്യമില്ല കേട്ടോ. എന്നാൽ നമ്മളുടെ രീതികളെന്ന് പറയുന്നത് അത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അതൊന്നും വ്യത്യാസപ്പെടുത്താൻ പറ്റുകയില്ല, അങ്ങനെ തന്നെ പിടിച്ചോണം എന്ന് ചിന്തിക്കുന്ന ഒരു രീതി സമുദായങ്ങളിൽ എന്നപോലെ നമ്മളുടെ ഇടയിലും കടന്നു വന്നിട്ടുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്. ജാതികളായിരിക്കുന്ന ആളുകളുടെ അടുക്കൽ പോവുകയും അവരോടൊരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നല്ല ഉദ്ദേശത്തിലേത്. എന്തുകൊണ്ടാണ് ജാതികളുടെ അടുക്കൽ പോകരുതെന്ന് പറഞ്ഞ് അവർ തീരുമാനിച്ചതിൻ്റെ കാര്യം എന്താ? ജാതികളുടെ അടുക്കൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഇതേത് രീതിയിലാണ് ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അവരെന്തെങ്കിലുമൊക്കെ കണ്ടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പാചകം ചെയ്ത സാധനമായിരിക്കും. അപ്പോൾ ഈ തിന്നു കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിൽ അരുത് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളെ അവഗണിച്ചു എന്നുള്ളതായിരിക്കുന്ന കുറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്കാം, ഇനിയും ജാതികളുടെ വീട്ടിൽ പോകുന്നുമില്ല, അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുമില്ല. ശരി, നല്ല തീരുമാനമാണ്. കാരണം ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള നിലയിലുള്ള തീരുമാനമാണ്. എന്നാൽ അത് ഒരു നിയമമായി ആരെങ്കിലും അതിൻ്റെ അതിർത്തി വരമ്പ് ലംഘിച്ചാൽ അത് അപാരമായ കുറ്റമാണ് എന്നുള്ള നിലയിലേക്ക് വന്നു. ബ്രദറൻകാർ സഹോദരന്മാർ അവരാണത് തുടങ്ങിയത് കേട്ടോ. കേരളത്തിലെ ബ്രദറൻകാർ അവർ ലളിത ജീവിതം എന്നതായിരിക്കുന്ന ഒരു ശ്രദ്ധ, ലളിതം, അത് KV സൈമൻ സാറാണ് അതിൻ്റെ തുടക്കക്കാരൻ. ചിട്ടി വേണ്ട, പാട്ടം വേണ്ട, പിന്നെ ബാങ്ക് വേണ്ട, ബാങ്ക്, കോടതി, ചിട്ടി, പിന്നീട് ആഭരണങ്ങൾ, ഇതൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ തീരുമാനിക്കാനുള്ള അനുവാദമുണ്ടോ? ഉണ്ടെന്നേ. അങ്ങനെ തീരുമാനിക്കുന്നത് എന്താ കുഴപ്പം? പക്ഷെങ്കിൽ ആരെങ്കിലും ചിട്ടി ചേർന്നാൽ, ആരെങ്കിലും ബാങ്കിൽ കാശിട്ടാൽ, ആരെങ്കിലും ആഭരണം ഉപയോഗിച്ചാൽ അപരാധമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളായി തീർന്നു. ഞങ്ങളുടെ ഒരു സഹോദരി, പരിചയമുള്ള സഹോദരിയാണ്, ഒരു ബ്രദറൻ ചർച്ചിൽ പോയി. ബ്രദറൻ ചർച്ചേറെ കുറ്റം പറയുന്നത് എന്നോട് ക്ഷമിക്കണം, എങ്കിലും ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് അപ്പം നുറുക്കിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല,
അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആഭരണം ധരിക്കുന്ന ആളാണ്, ഞങ്ങൾ അപ്പം നുറുക്കിൽ പങ്കെടുപ്പിക്കില്ല. ശരി, വേണ്ട. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ആഭരണം അങ്ങ് മാറ്റാം. നിങ്ങളോടുകൂടെയുള്ള ഈ കാലത്തൊന്നും ഞാൻ ആഭരണം ധരിക്കുക പറഞ്ഞു പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ വിട്ട് നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ആഭരണം ധരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ അപ്പം തരികയില്ല എന്ന് പറഞ്ഞു. അയ്യോ, ആഭരണം ധരിക്കില്ല ഞങ്ങളുടെ നിയമമുണ്ടോ? അങ്ങനെ ആഭരണം ധരിക്കാതിരിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. എന്നാൽ ഒരാൾ ആഭരണം ധരിച്ചാൽ അപ്പം കൊടുക്കില്ല. ആ നിലയിലേക്ക് നമ്മളുടെ പാരമ്പര്യം വർദ്ധിച്ചു. ലോക്കൽ ചർച്ചക്കാർക്ക് വല്ല പാരമ്പര്യമുണ്ടോ? എൻ്റെ പോലെ ഉണ്ടെന്നേ. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവാരാധനയിലും ദൈവ ശുശ്രൂഷയിലും ഒക്കെ ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല. മെച്ചമായ രീതിയിൽ നമ്മുടെ ആരാധനകളെ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് മെച്ചമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം നിലനിർത്തണം. ഇപ്പം അതിന് നമ്മൾ ഈ സഭയിൽ തന്നെയാണെങ്കിലും എന്തെങ്കിലും വ്യത്യാസം വരുത്താനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വ്യത്യാസപ്പെടുത്താനായിട്ട് വലിയ പ്രയാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്താവന ആവർത്തിക്കുന്നു, വ്യത്യാസത്തിന് വേണ്ടി വ്യത്യാസം വരുത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇതിനേക്കാൾ മെച്ചമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് വന്നാൽ അതിൽ വ്യത്യാസപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം നുറുക്കുന്നതിന് മുമ്പ് ഒരു പ്രസംഗം വേണമെന്ന് നിർബന്ധമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ഞങ്ങളെ പ്രസംഗിക്കുന്നില്ല, അപ്പം നുറുക്കുന്നതിന് മുമ്പേ ഈ അപ്പം നുറുക്കുന്നയാൾ തന്നെ അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് അപ്പം നുറുക്കാൻ പോവുക. പ്രശ്നമുണ്ടോ? ഉണ്ടെന്നേ. അയ്യാ, ഇന്നത്തെ അപ്പം നുറുക്ക് എന്തുമായിരുന്നു? എന്തുവാ അവർ ചെയ്തത്? ചുമ്മാ അപ്പം അങ്ങ് നുറുക്കാൻ കഴിച്ചില്ലേ പ്രസംഗിച്ചതിന് മുമ്പ്? പ്രസംഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പ്രസംഗത്തിനെതിരായിട്ടൊന്നും പറയുകയല്ല. എന്നാൽ ദൈവവചനത്തിലില്ലാത്ത കൽപ്പനകളായി സ്വീകരിച്ച് നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പസ്തലനായ പത്രോസിനോട് പറഞ്ഞു, പത്രോസ് മോശക്കാരനല്ലേ കേട്ടോ, പത്രോസ് പോകില്ലായിരുന്നു. അത് വേറെ കാര്യം. പത്രോസിനെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആ നിലയിൽ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടാണ് പത്രോസ് പോയത്, അല്ലേ പോകില്ല. അത് വേറെ കാര്യം. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ദൈവവചനത്തിലെ കൽപ്പനകളായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുത്താനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കണം. മെച്ചമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ദൈവഹിതപ്രകാരം നമുക്കത് പുരോഗമിക്കാനായിട്ട് അനുവാദമുണ്ട് എന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മളുടെ പരിചയങ്ങളും രീതികളും മാറ്റുവാൻ കഴിയാത്ത വിധം അത് ഉറച്ചു പോകുന്ന ആ ഒരു നിലയിലുള്ള ക്രമീകരണം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് അപകടമാണ്. അത് അപകടകരമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനോട് ചേർത്ത് തന്നെ ഞാൻ പറയാം, ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതിനെ ന്യായമായി വിശദീകരിച്ചു കൊടുക്കാനുള്ള അനുവാദം, സ്വാതന്ത്ര്യം എടുക്കുന്ന ആളുകൾക്കുണ്ട്. അതാണ് ഞാനതിനോട് ചേർത്ത് പറയുന്നതാണ്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി. നമ്മളുടെ രീതികളും പരിചയങ്ങളും ബൈബിളിനേക്കാളും അധികം പ്രാധാന്യമുള്ളതായി തീരുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം ആ വിഷയത്തിൽ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ട് അത് വിശദീകരിച്ച് കൊടുക്കാനുള്ളതായിരിക്കുന്ന ബാധ്യത അത് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. അവിടെ ഈ പത്രോസ് അവിടെ ചെല്ലുന്നതിന് മുമ്പേ തന്നെ പത്രോസിനെ കുറിച്ചുള്ള പ്രവൃത്തി, പത്രോസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളുമെല്ലാം യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞു. അവിടെ പത്രോസ് അതിനോടുള്ള പ്രതികരണം നിങ്ങൾ നോക്കുക. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ച് പറഞ്ഞു. അത് വേണം കേട്ടോ. എന്ത് കാര്യങ്ങളെയും നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിന് ന്യായമായ വിശദീകരണം, അതിനുള്ള ന്യായമായ വിശദീകരണം പറയുവാൻ അത് ചെയ്യുന്ന ആളുകൾക്ക് കടപ്പാടുണ്ട് എന്നതാണ് അതിനോട് ചേർത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നമ്മൾ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ദൈവവചന പ്രകാരമാണ് എന്ന് നമ്മളങ്ങ് ഒരു ധാരണയിലെത്തിയാൽ പോലും കേട്ടോ. ഇപ്പം ചില ആളുകൾക്ക്
ചോദ്യം ചെയ്താൽ എന്തൊരു ഭയങ്കര ഒരു സങ്കടമാണെന്നറിയാമോ, അവരെ മുഖമൊക്കെ അങ്ങ് കറക്കും. ഇതിനെയാണോ ചോദ്യം ചെയ്യുന്നത്? ചെയ്യാവുന്നേ, ചോദ്യം ചെയ്യാം. നമ്മളോട് ഏത് വിഷയത്തെക്കുറിച്ചും വിശദീകരണം ചോദിക്കാനുള്ളതായിരിക്കുന്ന അനുവാദമുണ്ട്. പക്ഷേ ആ വിശദീകരണങ്ങൾക്ക് തൃപ്തികരമായ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശദീകരിക്കണം. നാം വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എല്ലായ്പ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം. അതിനെക്കുറിച്ചൊരു ദേവദാസൻ പറഞ്ഞ പോലെ, ഇഫ് വി അസ്യൂം പ്രോബബ്ലി വി വിൽ ലൂസ് ഇറ്റ്. നാം പറയുന്ന കാര്യങ്ങൾ ദൈവവചനപ്രകാരമാണ് എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ് എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ദൈവവചനപ്രകാരം അല്ല എന്ന കാര്യം, ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് ചെയ്തതുപോലെ ചെയ്യണം. ആരംഭം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞു എന്തുകൊണ്ടാണ് താനിങ്ങനെ ചെയ്യാൻ ഇടവന്നത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പം അതിന് താൻ ഉപയോഗിച്ച കാര്യമെന്ന് പറയുന്നത് തനിക്ക് ലഭിച്ചതായ ദർശനവും പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞതും ആ നിലയിലുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് അതിന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ബാബു സാറേ അല്ലെങ്കിൽ ബാബു സഹോദര എന്താ അങ്ങനെ ചെയ്തത്? എനിക്കൊരു ദർശനമുണ്ടായി. ഞാൻ രാത്രിയിൽ കിടക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ എന്നോട് കർത്താവ് എന്ന് പറഞ്ഞു, ഇങ്ങനെ ചെയ്തോ മോനെ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതങ്ങ് മനസ്സിരിക്കട്ടെ അല്ലേ. ദർശനം കാണുന്ന പരിപാടിയും ആ നിലയിലുള്ള നിയന്ത്രണവും ഒക്കെ അപ്പോസ്തലന്മാർക്കേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യത്തിന് വിശദീകരണം എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് വചനമായിരിക്കുന്ന തിരുവെഴുത്തുകളാണ്. അതിനെ മറികടന്നു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. ചില ആൾ പറയും ദൈവം എന്നോട് പറഞ്ഞതാണ്. അത് ശരി, അത് ശരി. അതെങ്ങനെ ദൈവം അങ്ങനെ ബൈബിളിനെതിരായിട്ട് നിങ്ങളോട് പറയുന്നേ? ബൈബിളിനെതിരായിട്ട് നിങ്ങളോട് എങ്ങനെയാണ് പറയുന്നത്? ഇന്ന് ദൈവം നേരിട്ട് പറഞ്ഞു എന്നുള്ളതായിരിക്കുന്ന വിശദീകരണം ആർക്കും പറയാൻ പറ്റില്ല. എനിക്ക് ദർശനം കിട്ടി എന്നും പറയാനൊക്കത്തില്ല. നിങ്ങൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് നിങ്ങൾ തെളിയിക്കുവാനുള്ളതായിരിക്കുന്ന ബാധ്യത നിങ്ങൾക്ക് ഉണ്ട്. അത് പെന്തക്കോസുകാർക്കും ഉണ്ട്, ലോക്കൽ ചർച്ചുകാർക്കും ഉണ്ട്, ബർദറംകാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ റിഫോമേഴ്സ് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന ഞാൻ വീണ്ടും പറയാം. അവരെന്താ പറഞ്ഞതെന്നറിയോ? സോളോ സ്ക്രിപ്ചറാ, ബൈബിൾ അലോൺ. ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളാണ് നമ്മുടെ വിശ്വാസത്തിനും ആചാരത്തിനും അടിസ്ഥാനമായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നാം പറയുന്ന കാര്യങ്ങളെ തെളിയിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ലോക്കൽ ചർച്ചിൻ്റെ ആരംഭത്തിൽ നമ്മുടെ പ്രത്യേകത അതായിരുന്നു കേട്ടോ. എല്ലാ ആൾക്കാരും ചോദിക്കും, അപ്പോൾ ബൈബിളിൽ എന്താ പറയുന്നത്? ബൈബിളിൽ എന്താ പറയുന്നത്? എനിക്കത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ ഇച്ചിരി പ്രയാസം വന്നിട്ടുമുണ്ട്, അത് ശരിയാണ്. ബൈബിളിൽ പറഞ്ഞു ഇന്ന രീതിയിൽ ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന നിബന്ധന ഉണ്ട് എന്ന് ബൈബിളിൽ തെളിയിക്കണം. ഇപ്പോൾ അധികം അങ്ങനെ ചോദിക്കണില്ല. കാര്യം ചോദിച്ചാൽ നമ്മളെ രീതികളും പരിചയങ്ങളും ഒക്കെ ദൈവവചനപ്രകാരമാണ് എന്നൊരു ധാരണയിലാണ് ഇന്ന് ബൈബിൾ അനുസരിച്ചാണോ നാം ചെയ്യുന്നതെന്ന് ചോദിക്കാത്തത്. അത് നമ്മുടെ പരാജയമാണ്. നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ പ്രസ്താവന എനിക്കിഷ്ടമായി. അപ്പം അദ്ദേഹം തനിക്ക് ലഭിച്ചതായിരിക്കുന്ന കാര്യം ഒരു സംക്ഷിപ്തമായിട്ടാണ് യെരൂശലേമിലുള്ള ആൾക്കാരോട് പറയുന്നത്. അപ്പോൾ ചില വ്യത്യാസമൊക്കെ അദ്ദേഹം വരുത്തിയിട്ടോ, അല്പവ്യത്യാസങ്ങളൊക്കെ 10-ാമത്തെ അധ്യായത്തിൽ നിന്ന് അദ്ദേഹം വരുത്തി. ഒരു കാര്യം വീണ്ടും പറയുന്ന ഉടനെ പറഞ്ഞതെല്ലാം അതുപോലെ പറയണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അതിന് ഒരു സാരാംശം നമ്മൾ പറഞ്ഞാൽ മതിയാകും. എനിക്കിതിനകത്ത് 5-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്കിഷ്ടമായി. ഞാനത് വായിച്ചപ്പോൾ എനിക്കൊരു ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചു കേട്ടോ, പിന്നെ ഗ്രീക്കിലും അത് ഞാനൊന്ന് നോക്കി, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടി ഇറക്കിയ വലിയ തുപ്പട്ടി പോലൊരു പാത്രം എൻ്റെ അടുക്കലോളം വന്നു. അത് ശരി, 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, താഴോട്ട് ഇറക്കിയെന്നേ പറഞ്ഞുള്ളൂ. പറഞ്ഞു പത്രോസ് ഈ ജീവികളെ ആകാശത്ത് അതിനകത്ത് നോക്കിയപ്പോൾ കാട്ടുമൃഗങ്ങൾ, നാൽക്കാലികൾ, ഇഴജാതികൾ, ഇതിനകത്ത് കാട്ടുമൃഗം എന്നുള്ള പ്രസ്താവനയും കൂടുതലാണ്. കാട്ടുമൃഗത്തെ കണ്ടതായിട്ട് 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ല. അപ്പോൾ അത് അതിനകത്ത് അന്നേരം കാണാതെ ഇപ്പോൾ കണ്ടെന്നുള്ളതല്ല, എല്ലാം വിവരിച്ച് പറഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ 4 കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ അടുക്കലോളം വന്നു ഈ കാട്ടുമൃഗമൊക്കെ. ഞാൻ ആദ്യമേ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ദൂരെ നിന്ന് ഇറക്കി വരുന്നു, അതിനെയൊക്കെ കണ്ടു.
അല്ലെന്നേ ഈ സാധനം ഈ എൻ്റെ അടുക്കലോടെ പിടിച്ചാൽ തൊടാവുന്നേ. ഈ പറയുന്ന ഈ ഇടജാതി നാൽക്കാലി എല്ലാം അടുത്ത് വരെ വന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സംബന്ധിച്ച് വളരെ ബാധകമായ, തനിക്ക് നടുക്കമുണ്ടാക്കിയ ഒരു ദർശനമാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം അടുത്ത് വന്നോളാം പറഞ്ഞു, പിടിച്ചോ, കണ്ടിച്ചോ, തിന്നോ എന്ന് പറയാനുള്ള കാരണം അതാ, അടുത്ത് വരെ ഇത് വന്ന് നിൽക്കുക. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അങ്ങനൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പാടില്ല എന്ന് കർത്താവിനോട് പറഞ്ഞു. മലിനമോ അശുദ്ധമായതൊന്നും എൻ്റെ വായിൽ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം 3 പ്രാവശ്യം ഉണ്ടായതായിട്ട് അവിടെയും അത് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് കൊർന്നല്യോസ് അയച്ചതായിരിക്കുന്ന ആൾക്കാർ വരുന്നത്. കൊർന്നല്യോസിൻ്റെ ദർശനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ ഭക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദൈവാശ്രയത്തെക്കുറിച്ചും ദാനധർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ പത്രോസ് അത് വീണ്ടും എടുത്ത് പറയുമ്പോൾ കൊർന്നല്യോസിൻ്റെ ഒരു നന്മയെക്കുറിച്ചും പറയുന്നില്ല. കൊർന്നല്യോസ് തന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, തനിക്ക് അതിന് ആ വാക്യമാണ് ഈ 2-ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ കൊർന്നല്യോസ് എന്ന് പറയുന്നയാൾ ഭക്തനാണ്, അദ്ദേഹം ദാനധർമ്മം ചെയ്യുന്നയാളാണ്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നയാളാണ് എന്നുള്ള കാര്യമൊന്നും പത്രോസ് വീണ്ടും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമല്ലെന്ന്. മനുഷ്യരെ പ്രാർത്ഥിക്കുകയും മനുഷ്യരെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും മനുഷ്യർ ഭക്തന്മാരായി ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടാൻ പറ്റില്ല. അതാണ് അപ്പോസ്തലനായ പത്രോസ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മളുടെ പാരമ്പര്യങ്ങളും നമ്മളുടെ പരിചയങ്ങളും ഒക്കെ അത് ഒരു ബന്ധനമായി തീരാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് ഞാൻ 2ാമത് പറയാൻ പോകുന്നത്. സുവിശേഷം കേന്ദ്രീയമായി നമ്മളെ വിശ്വാസത്തിലും നമ്മളെ പ്രഘോഷണത്തിലും നിലനിർത്തിയാൽ നാം ഈ പറയുന്ന ബന്ധനത്തിൽ അകപ്പെട്ടു പോകുകയില്ല. സുവിശേഷ കേന്ദ്രീയമായിരിക്കുന്ന ഒരു വിശ്വാസവും ദൈവിക പരിപാടിയും സഭാജീവിതവുമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വി ഹാവ് ടു ബി ഗോസ്പൽ സെൻറ്റേർഡ്. കർത്താവായ യേശുക്രിസ്തുവും തൻ്റെ സുവിശേഷവുമാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. When the gospel is lost, that is when we began to be peddling with the little things. That doesn't matter much. സുവിശേഷത്തിൻ്റെ കേന്ദ്രീയ സ്ഥാനം നഷ്ടപ്പെടുമ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഞാൻ സ്നേഹിതന്മാരോടെല്ലാം പറയാം, എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയാം, നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സുവിശേഷം വിശ്വസിക്കുന്ന ആളുകളാണ് എന്നതാണ് നമ്മുടെ പ്രത്യേകത. കർത്താവായ യേശുക്രിസ്തു രക്ഷകനായിട്ടുണ്ട് എന്നതാണ് നമ്മളെ പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു മുസ്ലിം സ്നേഹിതനോടൊരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇടയ്ക്ക് വെച്ചാണ് ഞാനൊരു പ്രസംഗകനാണെന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നത്. ഇദ്ദേഹം ഒരു കൂടിയ MM അക്ബറിൻ്റെ കൂടെ നടക്കുന്ന, അദ്ദേഹത്തെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ ആൾ ചിരക്കട്ടിയ എന്നുള്ള കാര്യം. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രത്യേകതയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുക്രിസ്തു എന്ന രക്ഷകനുണ്ട്, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ദൈവപുത്രനായ യേശുക്രിസ്തു ഞങ്ങൾക്ക് രക്ഷകനായിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ പ്രത്യേകത. നിങ്ങൾക്ക് രക്ഷകനില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടുവാനൊരു മാർഗമില്ല, നിങ്ങൾക്കൊരു വഴിയില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു. പുള്ളി നാട്ടിങ്ങി എന്നോട് എന്തൊക്കെയാ പറയാനൊക്കെ ശ്രമിച്ചെങ്കിലും പുള്ളി പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ യാത്ര തീർന്നു. ഒരു കാര്യം പിന്നീട് പുള്ളി ഇങ്ങനെ നടുങ്ങി നിന്നതുകൊണ്ട് പെട്ടെന്നൊന്നും പറയാൻ സാധിച്ചില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ പ്രത്യേകത എന്താണ്? നമ്മൾ മുസ്ലിങ്ങളെക്കാൾ മെച്ചമായി ജീവിക്കുന്നവരാണെന്നുള്ളതാണോ? ജീവിക്കണമെന്നുള്ള കടപ്പാട് നമുക്കുണ്ടെന്നുള്ളത് ശരിയാ. നമ്മളും കത്തോലിക്കനും നമ്മൾ വ്യത്യാസം എന്താ? അവരെക്കാളും നമ്മുടെ നല്ല ജീവിതം മെച്ചമാണെന്നാണോ? ആയിരിക്കണം എന്നുള്ളത് ശരിയാ. അതല്ലെന്നേ. മദർ തെരേസയെക്കാളും മെച്ചമാണോ? എൻ്റെ പൊന്നെ, ഇന്നലെ ഞാൻ മദർ തെരേസ എനിക്കിഷ്ടമല്ല, അങ്ങനെ വലിയ കൂടിയാതെ പറയില്ലെങ്കിലും അദ്ദേഹത്തോടൊന്ന് ചോദിക്കാൻ എനിക്കൊരു മനസ്സ് വന്നു. ഇസ്ലാം മതത്തിന് മദർ തെരേസയെ പോലെ ഒരാളെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനായിട്ട് വിചാരിച്ച ചോദ്യം അതായിരുന്നു. അപ്പം ഞാൻ പറയാം, അവരെ പോലെയൊക്കെ ജീവിച്ച ആളുകളുണ്ടെന്നേ, മദർ തെരേസയെ പോലെ. പക്ഷേങ്കിൽ അതൊന്നും നമ്മളെ പ്രത്യേകതയല്ല. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവനുള്ള വിശ്വാസം വഴി നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. പാപത്തിൽ നിന്ന് മോചനം കിട്ടും.
എന്നുള്ള വിശ്വാസം, ആ ഉറപ്പ്, ആ സുവിശേഷം, അതാണ് നമ്മളെ പ്രത്യേകത എന്ന് പറയുന്നത്. ദാറ്റ് മസ്റ്റ് ബി അവർ സ്പെഷ്യാലിറ്റി. ദാറ്റ് മസ്റ്റ് ബി ദ സെൻറ്റർ ഓഫ് അവർ പ്രൊക്ലമേഷൻ. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഏതായാലും കൊർന്നല്യോസ് എന്ന് പറയുന്ന ആൾ എന്നെ വിളിച്ച് അദ്ദേഹത്തിന് ഒരു ദൂതം പറഞ്ഞു കൊടുത്തു. നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ വചനം, സുവിശേഷം അവൻ നിന്നോട് പറയും. നീയും നിൻ്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്ന് ഞങ്ങളോട് അറിയിച്ചു. അവിടെ സുവിശേഷം പറയുന്ന കാര്യത്തിൽ സുവിശേഷം വിശ്വസിക്കുന്ന കാര്യമാണ് ഒന്നാമത് പറയാനുള്ളത്. സുവിശേഷം വിശ്വസിച്ചു എന്നുള്ളതാണ് നമ്മളെ പ്രത്യേകത. നിങ്ങൾ സുവിശേഷം വിശ്വസിച്ച ആളുകളാണോ? വിശ്വസിച്ചു എന്നങ്ങ് വിചാരിച്ചാൽ പോരാ കേട്ടോ, ഉറപ്പാക്കണം. സുവിശേഷം വിശ്വസിച്ചു എന്ന കാര്യം നിങ്ങൾ ഉറപ്പാക്കണം. ഞങ്ങളുടെ ഒരു സ്നേഹിതന് ക്ഷീണമായി ഇരിക്കുകയാണ്, സുവിശേഷം വിശ്വസിച്ചിട്ടില്ല. അത് ഞങ്ങൾക്കൊരു വലിയ സങ്കടമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയാനായിട്ട് തുടങ്ങുക. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്നേഹിത സഹോദര, എനിക്ക് പറയാനുള്ളത്, ഞാൻ മരിക്കാൻ തയ്യാറാണ്. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ നന്മയൊന്നുമല്ല. ഞാൻ സുവിശേഷം വിശ്വസിച്ച ആളായതുകൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നു എന്ന് ദൈവത്തിൻ്റെ വചനം എനിക്ക് ഉറപ്പ് തരുന്നത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് എനിക്കുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കറമ്പൻ പാസ്റ്റർ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം നീട്ടിയാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് രോഗം വന്നാൽ, നിങ്ങൾ രോഗം വന്നിട്ട് രോഗത്തിൽ സൗഖ്യം പെട്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി. രോഗം വർദ്ധിച്ചാൽ നിങ്ങൾക്ക് രണ്ട് പ്രശ്നമുണ്ട്. രോഗം വർദ്ധിച്ചാൽ രോഗത്തിൽ സുഖപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. മരിച്ചു പോയാൽ രണ്ട് പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നീ നിങ്ങൾ നരകത്തിൽ പോകും, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകും. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അത് ലാഘവമായിട്ട് വിചാരിക്കാൻ എൻ്റെ പൊന്നു സഹോദരങ്ങളിൽ നമുക്ക് ആർക്കും ഇടവരരുത്. അതിനെക്കുറിച്ച് വേറൊരാൾ പറഞ്ഞ പ്രസ്താവന ഞാൻ ഓർക്കുന്നു. മനുഷ്യർക്ക് അവരുടെ പട്ടിയും പൂച്ചയും അതിന് കൊടുക്കുന്ന പ്രാധാന്യം പറഞ്ഞാൽ ആത്മാവിന് കൊടുക്കുന്ന ആളുകളല്ല എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ബൈബിളിൻ്റെ പ്രത്യേകത, നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സുവിശേഷമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടെ ഞാൻ പറയാം. നീയും നിൻ്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് പറഞ്ഞു. ഈ കാര്യം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല. 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല. പത്രോസിനെ എന്തിനാണ് വിളിച്ചത്? പത്രോസിനെ വിളിച്ചത് എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള സന്ദേശം കേൾക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് പത്രോസിൻ്റെ പ്രത്യേകത. പത്രോസിനെ വിളിച്ചാൽ പത്രോസ് എന്ത് പറയും? എങ്ങനെയാണ് മനുഷ്യർ രക്ഷിക്കപ്പെട്ട് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് എങ്ങനെയാണ് വിടുവിക്കപ്പെടുവാൻ കഴിയുന്നത് എന്നുള്ള സന്ദേശം പറയും. ആ സന്ദേശം വിശ്വസിച്ച് മാത്രമേ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറെ ഒരു വഴിയുമില്ല. കൊർന്നല്യോസ് നല്ല മനുഷ്യനാണ്, ഔദാര്യമുള്ള മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്നയാളാണ്, അദ്ദേഹം മതകർമ്മങ്ങളൊക്കെ ചെയ്യുന്നയാളാണ്. അതൊക്കെ ചെയ്യുന്നയാളാണെങ്കിലും രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവം രക്ഷ നൽകും എന്ന സന്ദേശം അദ്ദേഹം കേൾക്കണം. അല്ലാതെ രക്ഷിക്കപ്പെടാൻ പറ്റുകയില്ല. നീയും നിൻ്റെ കുടുംബവും, ആര് വിശ്വസിച്ചാലും രക്ഷിക്കപ്പെടും കേട്ടോ. ആര് വിശ്വസിച്ചാലും രക്ഷിക്കപ്പെടും. അതല്ലേ സുവിശേഷത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നതല്ലേ. നിങ്ങൾ സുവിശേഷം വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അത് സുവിശേഷത്തിൻ്റെ അത്ഭുതമാണ്. ആര് വിശ്വസിച്ചാലും രക്ഷിക്കപ്പെടും. എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാരണം നിങ്ങൾ സുവിശേഷം മനസ്സിലാകാത്തതും സുവിശേഷം വിശ്വസിക്കാത്തതുമാണ്. സുവിശേഷം മനസ്സിലാക്കി സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ പാപമോചനം കിട്ടും, രക്ഷിക്കപ്പെടും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും, ദൈവമക്കളായി തീരാൻ സാധിക്കും. അതാണ് നമ്മളുടെ പ്രത്യേകത. അപ്പോൾ അതാണ് നമ്മെ സംബന്ധിച്ച് വ്യക്തിപരമായും സഭയായും പറയുമ്പോൾ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്ന, സുവിശേഷം വിശ്വസിക്കുന്ന, സുവിശേഷത്തിൽ ഉറച്ച, സുവിശേഷ കേന്ദ്രീയമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നതാണ് നമ്മളെ പ്രത്യേകത. ഈ പാരമ്പര്യവും പരിപാടികളും ഒന്നും നമ്മളെ പിടിച്ച് ദോഷകരമായി ബാധിക്കാതിരിക്കാനായിട്ട് വി മസ്റ്റ് ബി ഗോസ്പൽ സെൻറ്റേർഡ്. നാം സുവിശേഷ കേന്ദ്രീയമായ രീതിയിൽ കാര്യങ്ങളെ കാണണം. ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം കർത്താവായ യേശു ക്രിസ്തുവാണ്. ജോസ് മാത്യു പ്രാർത്ഥിച്ചപ്പെടുന്നു പറഞ്ഞില്ലയോ? ഞങ്ങൾ റോമാലേഖനം 5-ാമത്തെ അധ്യായം ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ കർത്താവേ, എന്തൊരു ഭയങ്കര സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ
നാം ബലഹീനരായിരിക്കുമ്പോൾ, ദൈവത്തിന് ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആ നിലയിൽ ദൈവം നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചങ്ങ് നടുങ്ങി. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ആ വലിയ സത്യം എത്ര അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. അതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, അടുത്തതായിട്ട് മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് എങ്ങനെയാണ് യഹൂദനും യവനും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസമില്ലായത്, ജാതിയും യഹൂദനും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ ആയത് എങ്ങനെയാണ്, ദൈവത്തിൻ്റെ സഭയിൽ എല്ലാവരും തുല്യരാണ് എന്ന സ്ഥിതി വന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയിലെ തുല്യത ദൈവം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ആത്മസ്നാനത്താൽ എല്ലാ മനുഷ്യരെയും, വിശ്വസിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തുല്യമായി ഭാഗമാക്കി തീർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇനിയും ദൈവത്തിൻ്റെ സഭയിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. എന്താണ് ആത്മസ്നാനം? നമ്മുടെ പെന്തക്കോസ്ത് സ്നേഹിതന്മാരോട് ചോദിച്ചാൽ അവർ പറയും ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയുന്നതാണ് എന്ന് അവർ പറയും. അല്ല, അങ്ങനെയല്ല. പെന്തക്കോസ്ത് സഹോദരന്മാരും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കാര്യം കേൾക്കാൻ കടപ്പാടുള്ള ആളുകളാണ്. 1 കൊരിന്ത്യർ 12:13 അത് നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ടതായിരിക്കുന്ന വാക്യമാണ്. 1 കൊരിന്ത്യർ 12:13 അതാണ് ആത്മസ്നാനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതിന് ശേഷം ഏറ്റവും വ്യക്തമായി പറയുന്ന പ്രസ്താവന. 1 കൊരിന്ത്യർ 12:13 അദ്ദേഹം എന്താ പറയുന്നത്? യഹൂദനാകട്ടെ യവനനാകട്ടെ, ദാസനാകട്ടെ സ്വതന്ത്രനാകട്ടെ, നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പ്രാപിച്ചുമിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. അപ്പോൾ ആത്മസ്നാനം എന്ന് പറയുന്ന കാര്യം നമ്മളെ എല്ലാവരെയും യേശുക്രിസ്തു എന്ന ഏക ശരീരത്തിന്, യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്ന ദൈവസഭ എന്ന ആ ക്രമീകരണത്തിലെ ഭാഗമാക്കി തീർക്കുവാനായിട്ട് ദൈവം ചെയ്യുന്ന കാര്യം നമ്മളെ ആത്മസ്നാനം ചെയ്ത്, ആത്മസ്നാനം എന്ന് പറയുന്നത് അതിൻ്റെ പരിപാടിയാണ്. യഹൂദനാകട്ടെ യവനാകട്ടെ, ദാസനാകട്ടെ സ്വതന്ത്രനാകട്ടെ, നാം എല്ലാവരും ഏക ശരീരമാകുമാറ്, ഏക ശരീരമായി തീരുക എന്ന് പറയുന്നത് ആത്മസ്നാനത്താൽ ആണ്. അവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ശ്രദ്ധിക്കുക, ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഈ സംഭവങ്ങൾ തമ്മിൽ ആദിയിൽ നമ്മളുടെ മേൽ വന്നു എന്ന് പറയുന്നത് എപ്പോഴാ? അതെന്നാ? പെന്തക്കോസ്തിനാലാണ് ആദിയിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന പെന്തക്കോസ്ത് നാളാണ്. രണ്ടാമത് ഈ പറയുന്ന കാര്യം എവിടെയാണ്? ഇവിടെ കൊർന്നല്യോസിൻ്റെ വീട്ടിലാണ് ഈ രണ്ടാമത്തെ സംഭവം. ഇത് തമ്മിലൊരു 10 വർഷത്തെങ്കിലും മിനിമം വ്യത്യാസമുണ്ട് കേട്ടോ. ആദിയിൽ നമ്മളുടെ മേൽ എന്ന പോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന കാര്യം പത്രോസിന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓ, പെന്തക്കോസ്ത് നാളിൽ 10 വർഷം മുമ്പ് സംഭവിച്ച അതേ കാര്യം തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞ് ആളുകൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ തുടർമാനമായി സംഭവിച്ചിരുന്ന കാര്യമല്ല. പത്രോസ് അന്യഭാഷ പറഞ്ഞ കാര്യം ഓർക്കണമെങ്കിൽ പെന്തക്കോസ്ത് നാളിലേക്ക് പോകണം. 10 വർഷം പുറകോട്ട് പോയെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ആദിയിൽ നമ്മളുടെ മേൽ എന്ന പോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ വന്നതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, എല്ലാ പ്രത്യേകതകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ തീനാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും അന്യഭാഷ പറഞ്ഞു എന്നുള്ള കാര്യം ശരിയാണ്. അവൻ പെന്തക്കോസ്ത് നാളിൻ്റെ അതേ അനുഭവം തന്നെയാണ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വെച്ചും സംഭവിച്ചത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും വ്യത്യാസമായിട്ടാണ് കൊർന്നല്യോസിന് ആത്മാവിനെ കിട്ടിയതെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ആത്മാവാണെന്നവർ പറയും. ഞങ്ങൾ പെന്തക്കോസ്ത് നാളിൽ എന്തോ പരിപാടിയായിരുന്നു, നോക്കി ഇവർക്ക് അത് വല്ലതും കിട്ടിയോ എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാകാതെ ആദിയിൽ നമ്മളുടെ മേൽ എന്ന പോലെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേലും വന്നു.
വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പത്രോസ് പറയുന്ന പ്രസ്താവനയുണ്ട്, ആത്മാവിനെ ലഭിച്ച ഇവരെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? പരിശുദ്ധാത്മാവ് വന്ന ആ സംഭവം എന്ന് പറയുന്നത്, അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. എന്തായിരുന്നു ഓർമ്മ? അത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഓർത്തത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ ഒരാൾ വരും, അദ്ദേഹം നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്ന കാര്യമേ പത്രോസ് പറയുന്നുള്ളൂ, തീയുടെ കാര്യം വേറെ അത് അദ്ദേഹം പറഞ്ഞില്ല. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. പെന്തക്കോസ് നാളിൽ ആത്മസ്നാനം നടന്നു എന്ന് ലൂക്കോസ് പറയുന്നില്ല. പെന്തക്കോസ് നാളിൽ ആത്മാവിനാൽ നിറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർക്ക് ആത്മസ്നാനം കിട്ടി എന്നുള്ള കാര്യം പറയുന്നില്ല. എന്നാൽ അവർക്ക് ആത്മസ്നാനം കിട്ടി കേട്ടോ. അതെങ്ങനെ അറിയുന്നത്? ഈ 11-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന പ്രസ്താവനയിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് കണ്ടു കഴിഞ്ഞപ്പം പെന്തക്കോസ് നാളിലെ സംഭവമാണ്. പെന്തക്കോസ് നാളിലെ സംഭവത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം അവർക്ക് കിട്ടി. സ്നാനത്തിൻ്റെ ഉദ്ദേശം എന്ത്? പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഉദ്ദേശം എന്തുവാ? സഭാരൂപീകരണമാണ്. യഹൂദനാകട്ടെ, യവനനാകട്ടെ, ദാസനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, നാം എല്ലാവരും ഒരേ ശരീരമാകുമാർ ഏക ആത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച്, പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച ആളുകൾ എല്ലാവരും ഒരുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. ഏക ശരീരമാകുമാർ സ്നാനം ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമാക്കി വിശ്വാസികളെ തീർക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പം അതാണ് അപ്പോസ്തലനായ പത്രോസ് ഓർത്തത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഏറിയ നാൾ കഴിയും മുൻപേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ആ സ്നാനം പെന്തക്കോസ് നാൾ ലഭിച്ചതുപോലെ കൊർന്നല്യോസിൻ്റെ വീട്ടിലുള്ള ആളുകൾക്കും ലഭിച്ചു. അപ്പം ഞാൻ ചോദിക്കാം, ഇവർക്ക് രണ്ടുപേർക്കുമേ കിട്ടിയുള്ളോ? അല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവിനെ നൽകി പരിശുദ്ധാത്മ സ്നാനത്താൽ അവരെ ദൈവസഭയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് പറഞ്ഞാൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഊന്നലെന്ന് പറയുന്നത് അതാണ്. ഇനിയും ജാതിയും യഹൂദനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. ആ പരിശുദ്ധാത്മാവ് വന്നത് നമ്മളുടെ ഉള്ളിൽ വസിക്കുവാൻ മാത്രമല്ല, നമ്മളെ ദൈവത്തിന് കർത്താവിന് ശരീരമായിരിക്കുന്ന സഭയോട് ചേർത്ത് ഒരു ശരീരമാക്കുക എന്നുള്ള പരിപാടിയാണ്. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടുത്താനായിട്ട് ദൈവം അയച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്ന എല്ലാവർക്കും. ചില അവസരങ്ങളിൽ വിശ്വസിച്ചവർ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് പെന്തക്കോസ് നാളിൽ, പിന്നെ ഒരു പക്ഷേ 8-ാമത്തെ അധ്യായത്തിൽ ശമര്യരുടെ സംഭവത്തിൽ, പിന്നീട് 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ. അത് വ്യത്യസ്തമായിരിക്കുന്ന ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. യഹൂദന്മാർ, ശമര്യർ, ജാതികൾ എന്ന് പറയുന്ന ആ വ്യത്യാസത്തിനാണ് അവർക്ക് അന്യഭാഷ പറയാനായിട്ടൊരവസരം ദൈവം കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും തുല്യമായ രീതിയിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ് എന്ന് തെളിയിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്ന എല്ലാവർക്കും. അതിനൊരു നിബന്ധനയും ദൈവം വെച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന കാര്യത്തിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിലുള്ളവരെന്തൊക്കെ ചെയ്തു? അതായത് ആദ്യമേ അവർ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം കൊർന്നല്യോസിൻ്റെ വീട്ടിൽ കുറച്ച് നാൾ പത്രോസും കൂടെയുള്ള ആൾക്കാരും താമസിച്ചു. ഒരു ഉപവാസ പ്രാർത്ഥന. ആ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ അന്യഭാഷ. അങ്ങനെയല്ല എൻ്റെ പൊന്നു സഹോദരങ്ങളെ. പെന്തക്കോസ്തുകാർ എന്ത് പറഞ്ഞാലും അങ്ങനെ പരിപാടി നടന്നിട്ടില്ല കേട്ടോ. പത്രോസിൻ്റെ വാക്ക് കേട്ട, അവൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. വചനം കേട്ട എല്ലാവരുടെ മേലും. കേട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? കേട്ടാന്ന് പറഞ്ഞാൽ സ്വീകരിച്ച ഒരു ചെവി കൂടെ കേട്ടു, മറ്റേ ചെവി കൂടെ അങ്ങനെ വന്നാൽ ഗുണമൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല. കേട്ടു എന്ന് പറയും. അവൻ്റെ വചനം കേട്ടവർ കൈക്കൊണ്ടു എന്നുള്ളതായിരിക്കുന്ന വാക്കാണ്. അല്ലെങ്കിൽ ആ ആശയത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. നിങ്ങൾ വചനം സ്വീകരിച്ചയാളാണ് എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ട് കേട്ടോ. ഇനി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട.
ഒരു പ്രസംഗകൻ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ അതിനോട് ചേർത്ത് പറയാം. അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മളുടെ ആഗ്രഹം പരിശുദ്ധാത്മാവിനെ കിട്ടണം എന്ന ആഗ്രഹത്തോടെ കാത്തിരിക്കുകയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങളെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടി, പക്ഷേ എന്നെ ഇപ്പോഴും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. കുറച്ച് ഭാഗമൊക്കെ മാറ്റി മാറ്റി വെച്ചിരിക്കുക. I am not waiting for the Holy Spirit so that I can get the Holy Spirit. I am waiting so that I might be able to give up myself completely to the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അതിനുള്ള കാത്തിരിപ്പ് വേണം കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനൊന്നും നമ്മൾ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണോ? അതോ എൻ്റെ പോന്നെ, ഞാൻ വിട്ടുകൊടുക്കുകയില്ലല്ലോ, ഞാൻ കൊടുക്കൂല. പിന്നെ ചിലപ്പോൾ അറിയത്തില്ല, ഫിലിപ്പും പിന്നെ നമ്മുടെ ജോയിലും ഒക്കെ ഇല്ല, നമ്മളെല്ലാം ഒരേ തരത്തിലുള്ള ആൾക്കാരാണ്. നമ്മളെല്ലാവരും ദൈവത്തോട് മത്സരിക്കുന്നവരും നമ്മളുടെ ഇഷ്ടം നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് ആ പോരാട്ടം നിരന്തരമാണ്. പരിശുദ്ധാത്മാവ് എന്നെ കീഴ്പ്പെടുത്തി എൻ്റെ എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ആഗ്രഹം, അതായിരിക്കണം. അപ്പോൾ എനിക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ ഭാര്യയോട് പറഞ്ഞു കേട്ടോ, ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ പരിശുദ്ധാത്മ നിയന്ത്രണമൊക്കെ നമ്മളെ ജീവിതത്തിൽ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഭാര്യ എഗ്രി ചെയ്തു. നല്ല കാര്യമാണ്, പ്രാർത്ഥിച്ചാൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, എല്ലാ ചൊവ്വാഴ്ചയും ഒരു ഉപവാസ പ്രാർത്ഥന. ഉപവസിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനും ഉപവസിച്ചെന്ന് പറഞ്ഞാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപേക്ഷിക്കാവുന്നൊരു വിചാരമുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് മുമ്പേ ചിലപ്പോൾ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചെന്ന് വരും, അറിയത്തില്ല. ഏതായാലും ശരി, നമുക്കൊരു ഉപവാസ പ്രാർത്ഥന. അപ്പോൾ അത് നമുക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾക്ക് കൊണ്ട് നടത്തിയാലോ. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വിചാരിച്ചിരിക്കുവാണ്. നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. എന്നാൽ നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായി. ചെറുപ്പക്കാരായിരിക്കുന്ന ആൾ ജോലിയുള്ളതുകൊണ്ട് നിങ്ങൾ ജോലി സ്ഥലത്ത് പ്രാർത്ഥിച്ചാൽ മതിയാകും. എന്നാൽ പ്രായമായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു നല്ല കാര്യമാണ് കേട്ടോ. പ്രാർത്ഥന നമുക്ക് കുറവാണ്, നമ്മൾക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതൊക്കെ നിർത്തിക്കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ആഗ്രഹിക്കുകയാണ്, ചൊവ്വാഴ്ചകളിൽ ഈ ചൊവ്വാഴ്ച മുതൽ നമുക്ക് തുടങ്ങിയാലോ? ഈ ചൊവ്വാഴ്ച കുഴപ്പമില്ല, നമുക്ക് രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഇവിടെ വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഞാൻ ഒരു തീരുമാനം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇനി പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് നിരന്തരമായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്ന് പറയുന്നത് അത് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ്. പരിശുദ്ധാത്മാവില്ലാതെ രക്ഷിക്കപ്പെടാൻ ഒക്കെയില്ല കേട്ടോ. നിങ്ങൾ എത്ര കൂടിയ ആളാണെങ്കിലും പരിശുദ്ധാത്മാവില്ലാതെ രക്ഷിക്കപ്പെടാൻ ഒക്കെയില്ല. നാം രക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ അന്യഭാഷ പറഞ്ഞാലും ഉണ്ട്, പറഞ്ഞില്ലേലും ഉണ്ട്. പറയുന്ന ആളുകൾക്കെല്ലാം പരിശുദ്ധാത്മാവുണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കിട്ടുകയില്ല. നിങ്ങൾ ദൂതന്മാരുടെയും മനുഷ്യരുടെയും ഭാഷയിൽ സംസാരിച്ചാലും നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവുള്ള ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സുവിശേഷം വിശ്വസിക്കുമ്പോഴാണ്. സുവിശേഷം വിശ്വസിക്കുമ്പോഴാണ്. ആ സുവിശേഷമാണ് അപ്പോസ്തലനായ പത്രോസ് അവിടെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു. സ്നാനകർത്താവ് എന്ന് പറയുന്ന കർത്താവ് കേട്ടോ. അങ്ങനെയാണ് 12-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് നമ്മളെ സ്നാനപ്പെടുത്തുന്നു. ആ സ്നാനത്തിൻ്റെ ഫലമായി ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിട്ട് നമ്മൾ തീരുന്നു. അതാണ് ബൈബിളിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. എൻ്റെ പൊന്നു കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ദൈവം പറയുന്നത് പോലെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവഹിത പ്രകാരം ജീവിക്കാനായിട്ട് സാധിക്കും എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പരിചയങ്ങളും പാരമ്പര്യങ്ങളും ബൈബിളിനേക്കാളും പ്രാധാന്യമുള്ളതായി തീരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പരിചയങ്ങളും പാരമ്പര്യങ്ങളും
ബൈബിളിനേക്കാളും അധികം പ്രാധാന്യമുള്ള കാര്യമായി തീരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് പറയുന്നത് സുവിശേഷം നമ്മുടെ സന്ദേശമായും നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായും നിരന്തരമായി സൂക്ഷിക്കുമ്പോഴാണ് ആ കെണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സുവിശേഷമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അത് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ്. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്ന് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്നാനം കഴിപ്പിച്ച് കർത്താവിൻ്റെ സഭയുടെ ഭാഗമായിട്ട് തുല്യമായിട്ട് ആക്കിയിരിക്കുക. ഇനി വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം കാണിക്കുന്ന ആളുകൾ ദൈവം ചെയ്ത ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ അവഗണിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരുമാണ്. നമ്മളെല്ലാവരും തുല്യമായി രക്ഷിക്കപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ചില ആളുകൾ പറയും, ചില ഭയങ്കര കൊലപാതകമൊക്കെ ജീവിച്ച് കൊലപാതകന്മാരാക്കി നടന്ന ആളുകളുണ്ട്, അവരുടെ രക്ഷയെന്ന് പറഞ്ഞാൽ എന്തൊരു രക്ഷയാണ്, കൂടിയ രക്ഷയാണ്. അവർ സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ നടുങ്ങും. നമ്മളെ സാക്ഷ്യം എന്താ, ഒരു ഉണങ്ങിയ സാക്ഷ്യം, ഞാൻ കർത്താവ് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടെ. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, നിങ്ങൾ കൊലപാതകന്മാരൊന്നും ആകേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ലഭിച്ച രക്ഷ ഏത് വ്യക്തിക്കും ലഭിച്ച രക്ഷ പോലെ തന്നെ പൂർണ്ണവും പര്യാപ്തവും ആവേശകരവുമായിരിക്കുന്ന രക്ഷ തന്നെയാണ്. നമ്മളെല്ലാവരും തുല്യമായി രക്ഷിക്കപ്പെട്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് ദൈവസഭയിൽ വ്യത്യാസമൊന്നും പാടില്ല. ദൈവസഭയിൽ ഒരു വ്യത്യാസവും പാടില്ല. യവനെന്നോ നമ്മുടെ സഭയിലൊക്കെ അത് യവനന്മാരുമായിട്ടൊരു പ്രശ്നം നമുക്കുണ്ടോ? ഉണ്ടോ? നമ്മുടെ സഭയിൽ യവനന്മാർ വന്നാൽ അവരെ നമ്മൾ എന്ത് ചെയ്യും? അവരെ പരിഗണിക്കുകയില്ല. ആ പ്രശ്നം നമുക്കില്ല. നമ്മുടെ സഭയിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ജാതി വ്യത്യാസം, സൗന്ദര്യം, പണം, വിദ്യാഭ്യാസം, മറ്റ് യോഗ്യതകൾ, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്. ദൈവമക്കളൊന്നും നോക്കുന്ന ആളുകളല്ല, അങ്ങനെ നോക്കാൻ പാടില്ല. പക്ഷെങ്കിൽ നോക്കും. അതാണ് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്. പത്രോസിൻ്റെ അനുഭവം, അതിനെക്കുറിച്ച് എസ് ലൂയിസ് ജോൺസൺ പറഞ്ഞ പ്രസ്താവന പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊർന്നല്യോസിന് മാനസാന്തരം വന്നതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമായ മാനസാന്തരം പത്രോസിനാണ് വന്നത്. കൊർന്നല്യോസിൻ്റെ മാനസാന്തരം രക്ഷയ്ക്കുള്ള മാനസാന്തരമായിരുന്നു. എന്നാൽ പത്രോസിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ദുഷ്ടതയ്ക്കെതിരെയുള്ള മാനസാന്തരമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജാതികളെയും മറ്റുള്ളവരെയും ഒക്കെ ഈ വന്യമൃഗങ്ങളെ പോലെ കണക്കാക്കി അശുദ്ധരെന്നെണ്ണി അവരെ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയിൽ പരിഗണിക്കാൻ കഴിയാത്ത ആ ഒരു ദുഷ്ടതയിൽ നിന്നാണ് പത്രോസ് അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ടത്. നമുക്കെല്ലാവർക്കും മാനസാന്തരം വേണം കേട്ടോ. നമുക്ക് ആളുകളെ കാണുമ്പോൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ അവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാനുള്ള മനസ്സ് പലപ്പോഴും ഇല്ല. അവരെ പിന്നെയും ജഡപ്രകാരം കാണുകയും അവരുടെ പ്രാധാന്യം ആ നിലയിൽ നിർണ്ണയിക്കുകയും ചെയ്യുക എന്ന കുറ്റം നമുക്കുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സഭയിൽ അങ്ങനെ ഒരു വേർതിരിവ് പാടില്ല എന്ന കാര്യമാണ് അപ്പസ്തലനായ പത്രോസിൻ്റെ സംഭവത്തിലൂടെ നമുക്ക് പറയാൻ കഴിയുന്നത്. പത്രോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പ്രശ്നമൊന്നും അതുകൊണ്ട് പരിഹരിച്ചില്ല കേട്ടോ. യെരുശലേമിലെ സഭയിൽ പിന്നെയും വലിയ പ്രശ്നമായിരുന്നു. യഹൂദന്മാരും ജാതികളും തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് ഇനിയുള്ള അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം അവരിൽ നിന്ന് നീങ്ങിപ്പോയി എന്ന് ഞാൻ പറയുന്നില്ല. ജാതികളും യഹൂദന്മാരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന അന്ത്യോക്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, അവിടേക്കാണ് ഇനിയും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശ്രദ്ധ പോകാനായിട്ട് പോകുന്നത്. അവിടേക്കാണ്. Because the people in Jerusalem struggled, while the people in Antioch, they were able to work together as one body of Christ. അതുകൊണ്ട് ഇനി ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് യെരുശലേമല്ല, അന്ത്യോക്യയിലേക്ക് മാറാൻ പോവുക. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം ദൈവഹിതപ്രകാരം ചിന്തിക്കുവാനും വിപ്ലവകരമായി ജീവിക്കുവാനും മനസ്സുള്ള ദൈവമക്കളുടെ മേലാണ്. ദൈവത്തിൻ്റെ കരം എല്ലായ്പ്പോഴും വിപ്ലവകരമായി ചിന്തിക്കുവാനും കർത്താവിനെ അനുസരിക്കുവാനും മനസ്സുള്ള ദൈവമക്കളോട് കൂടെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ അനുഗ്രഹം വേണം കേട്ടോ. നമ്മുടെ സഭയിൽ നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ദൃഷ്ടിയിലൂടെ നമ്മൾ അന്യോന്യം സ്നേഹിച്ച് പരസ്പരം ബഹുമാനിച്ച് ദൈവകൃപയിൽ തുല്യരായി പരിഗണിക്കുന്ന ആ ഒരു അനുഗ്രഹീത അനുഭവം നമുക്കുണ്ടാകണം. സർവശക്തനായ ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവേ.
ഞങ്ങൾ ഈ ദേശത്ത് ഒരു വെളിച്ചവും വിളക്കുമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് കാലിന് ദീപവും ഞങ്ങൾക്ക് പ്രകാശവുമാണ്. ദൈവത്തിൻ്റെ സുവിശേഷം ഞങ്ങളുടെ പ്രഘോഷണവും ഞങ്ങളുടെ വിശ്വാസവുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സ്നാനപ്പെടുത്തി കർത്താവ് ഒരുമിച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ ഐക്യതയും സ്നേഹവും നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.